TTC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മറ്റൊരു സ്കൂളിൽ പോകാനുണ്ടാവും. അങ്ങനെ പോയ സമയത്ത് അവിടുത്തെ ടീച്ചേഴ്സ് നമ്മളെ കാണുന്നത് അവിടെ ഇനി മുതൽ അവിടേക്കുള്ള എത്ര മന്താണോ നമ്മൾ നിൽക്കുന്നത് ആ മന്തിലേക്ക് അവിടെ ഉള്ള വർക്ക് മുഴുവൻ ചെയ്യാനുള്ള ഒരാളായിട്ടാണ് അവർ നമ്മളെ കാണുക. കാരണം അവിടെ എന്ത് പ്രോഗ്രാം ആവട്ടെ, കുട്ടികളുടെ ഫുഡ് കൊടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ആവട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക, ഇവരെയൊക്കെ കണ്ടുപഠിക്കാനാണ് നമ്മൾ പോണേ. അവിടെ എത്തുമ്പോൾ നമ്മൾ എന്തിനാ ചെന്ന് നമ്മൾ മറന്നു പോകും. നമുക്ക് ശരിക്കും നമുക്ക് കുറച്ച് പിരീഡാണ് ക്ലാസ് എടുക്കാനുണ്ടാവുക. നമുക്ക് അനുവദിച്ചിട്ടുള്ള നമുക്ക് അലോട്ട് ചെയ്ത കുറച്ച് സബ്ജക്റ്റുകളായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അവിടെ എത്തിയാൽ നമ്മൾ പോകുന്നതേ അതിനാവില്ല. ഏത് മീഡിയമാണ്, ഇംഗ്ലീഷ് മീഡിയമാണ് ഇംഗ്ലീഷ് മീഡിയം എടുക്കണം. അതും ചില ആൾക്കാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇംഗ്ലീഷേ സംസാരിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് കയറണ്ട. അങ്ങനെ അത്രത്തോളം നമ്മളങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പോൾ ആ വരുന്ന ആൾക്കാരല്ലേ നമ്മളോട് അവിടെ അവർ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു വിഷയമല്ല. പക്ഷെ നമുക്ക് ഫസ്റ്റ് ടൈമാണ്. അവരുടെ അടുത്ത് നിന്ന് കേട്ടോ കണ്ടോ പഠിച്ചിട്ട് ഇന്നല്ലേ നാളെ നമ്മൾ അതിലേക്ക് ഇറങ്ങേണ്ടവരാണ്. അപ്പോൾ ഈ സമയത്തായിരിക്കും അവർ നമ്മൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് നമ്മളെ തലയിലേക്ക് വെച്ചിരുന്ന ഇത് ഇനി നീ എടുത്തോ, അല്ലെങ്കിൽ ആ ക്ലാസ് നിനക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളോട് എന്ത് പറയും, ഒരു പിരീഡ് ഒഴിവുണ്ടെങ്കിൽ അവിടെ കയറണം ഇവിടെ കയറണം. സത്യം പറഞ്ഞാൽ അത് വല്ലാത്ത ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട്, എല്ലാ സ്കൂളും ഇങ്ങനെയല്ല കേട്ടോ. ചില സ്കൂളുകൾ ചില ടീച്ചേഴ്സ്, ചില സ്കൂളിൽ തന്നെ ടീച്ചേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ അതിലുണ്ടാവുമല്ലോ ഒരു ഒറ്റപ്പെട്ടിട്ട് ചില ആൾക്കാർ ഇങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുക. അതെല്ലാം നമ്മളുടെ ഒരു ഉത്തരവാദിത്വം. ശരിക്കും നമ്മളവിടെ ട്രെയിനിങ്ങിനാണോ പോയത്, അതോ അവിടുത്തെ ടീച്ചേഴ്സിനേക്കാളും വലിയ എന്തോ ഭാരം നമ്മൾ ചുമക്കാൻ പോയാണോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കും അവിടുത്തെ അധ്യാപകർ നമ്മളോട് പെരുമാറുന്നത്.